ധനഹാകാലം 1-ാം ഞായർ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പ്രത്യാശീകരണ തിരുനാൾ. നസ്രത്ത് മാനിഫെസ്റ്റോ. ലോകരക്ഷകനായ യേശു തൻ്റെ ദൗത്യത്തിൻ്റെ പ്രകടനപത്രിക അവതരിപ്പിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ ചിന്താവിഷയം. ബധിരർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വസന്തവും പ്രാപിക്കുന്ന ദിവസത്തിനായി കാത്തിരുന്ന യെശയ്യായുടെ പ്രവചന പുസ്തകം വായിച്ച് അതിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ് യേശു പുസ്തകം അടച്ചു വയ്ക്കുന്നു. വരാനിരിക്കുന്ന രക്ഷകനെ അന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥമൊന്നും അന്ന് ആ ജനത്തിന് മനസ്സിലായില്ല. ഈജിപ്ത് അടിമത്തത്തിനാണ് മോചനത്തിൻ്റെ രോദനം ആദ്യമായി അവർ ഉതിർക്കുന്നത്. ആ രോദനം ദൈവത്തിൻ്റെ കാതുകളിൽ വന്നലച്ചു. അന്ന് വരാനിരിക്കുന്ന രക്ഷകൻ്റെ നിഴലായി ദൈവം മോശയെ ഉയർത്തി ഭൗതിക മോചനം സാധ്യമാക്കിയ സംഭവമാണ് ഇന്നത്തെ 1-ാം വായന. പിന്നീട് ഇസ്രായേലിൻ്റെ രാജ്യം സ്ഥാപനത്തിൻ്റെ വിജയക്കുതിപ്പാണ് ചരിത്രത്തിൽ നാം കാണുക. അഭിവൃദ്ധിയുടെ കർത്താവിൻ്റെ കരബലത്തിൻ്റെ 500 വർഷത്തിൻ്റെ ചരിത്രം. പക്ഷേ ദൈവം മറന്ന ആ ജനതയെ നേരിട്ട് അടിമത്തത്തിൻ്റെയും വിപ്രവാസത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും കാലഘട്ടമാണ് അടുത്ത 500 വർഷം. ബാബിലോൺ അടിമത്തത്തിനു ശേഷം സീസർ രാജാവ് ഇസ്രായേലിന് അനുവദിച്ച രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും കഥയാണ് 2-ാം വായനയുടെ അന്തർധാര. പക്ഷേ ഇസ്രായേൽ എന്നും യൂദ എന്നും രണ്ടാക്കി വിഭജിക്കപ്പെട്ട രാജ്യം അസീസിയൻ സൈന്യം നാമവശമാക്കി രാജ്യമില്ലാത്ത ദൈവത്തിൻ്റെ ജനമായി തീർത്ത വലിയ ശാപത്തിൻ്റെ കഥയും ഒഴിവാക്കാൻ പറ്റാത്ത ഇന്നത്തെ പരിചിന്താ ചരിത്രമാണ്. അങ്ങനെ അവസാനം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണസമയമാണല്ലോ യേശുവിൻ്റെ ജനനം. അങ്ങനെ രാഷ്ട്രീയവും ഭൗതികവുമായ അടിമത്തം അനുഭവിച്ചുകൊണ്ടിരുന്ന തങ്ങൾക്ക് രക്ഷകനായ ഒരു രാജാവിനെ ദൈവം അയക്കുമെന്ന പ്രത്യാശയിലായിരുന്നു ജനം. എന്നാൽ ഭൗതികമായ സ്വാതന്ത്ര്യമല്ല, മറിച്ച് ആത്മീയമായൊരു പുതിയ ലോക ക്രമീകരണത്തിൻ്റെ രക്ഷകനായി പിറക്കുന്നതാണ് തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെന്ന് യെശയ്യായുടെ പുസ്തകം വായിച്ചുകൊണ്ട് യേശു പ്രഖ്യാപിക്കുന്നു. സകല ജനതകൾക്കും തുല്യ പ്രധാനമാണുള്ളത്. ആ പുതിയ ലോകക്രമം അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്വീകാര്യമായ വസന്തം ദരിദ്രരോടും ബലഹീനരോടും തിരസ്കരിക്കപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും ശബ്ദമില്ലാത്തവരോടും കാഴ്ചയില്ലാത്തവരോടുമൊക്കെ താതാത്മ്യം പ്രാപിക്കുന്ന ഒരു ലോകക്രമമാണ്. ദൈവത്തെ ഇടപെടുന്നതിനുള്ള അടിച്ചമർത്തപ്പെട്ടവൻ്റെ രോദനം കർത്താവിൻ്റെ കാതുകളിൽ അലയടിച്ചു. വിജാതീയരുടെ അടിച്ചമർത്തപ്പെട്ടതിനേക്കാൾ രൂക്ഷമായ ഉച്ചനീചത്വം അവർ അനുഭവിച്ചത് സ്വന്തം അധികാരികളിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ തന്നെ പോറ്റുന്ന ഇടയന്മാരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന അവരുടെ രോദനത്തിൻ്റെ മറുപടിയാണ് യേശു. എളിയവർക്ക് വേണ്ടി ഈ ജനം ആകസ്മികമായി സംഭവിച്ച ഒന്നല്ല. ഒരു ഗ്രാമീണ കന്യകയിൽ ഉരുവായി കാലിത്തൊഴുത്തിൽ പിറക്കുക, ദരിദ്രത്തിൽ ജീവിക്കുക, സഹനത്തിൻ്റെ പരിമളത്തിൽ ലോകത്തിനോട് വിട പറയുക എന്നതൊക്കെ പ്രവചനത്തിലൂടെ വെളിവാക്കപ്പെട്ട ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. രക്ഷകനായി ലോകത്തിൽ പിറന്നു വീണപ്പോൾ എല്ലാവരും അവഗണിച്ചിരുന്ന ലോകത്തിൽ യാതൊരു മേൽവിലാസവുമില്ലാത്ത ആട്ടിടയന്മാർക്ക് ആദ്യം ദർശനം നൽകപ്പെട്ടത്. സ്വന്തം ജനത്തിൻ്റെ ഇടയിലാണു പിറന്നു വീണെങ്കിലും ഏതോ വിദൂര ദിക്കുകളിൽ വസിച്ചിരുന്ന ചിലരുടെ കണ്ണുകളിൽ മാത്രം പ്രത്യധീനിച്ച നക്ഷത്രത്തിൻ്റെ തിളക്കവും ഒരു നിഗൂഢ ദൈവിക പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നു. വിജാതീയരടങ്ങുന്ന ജനവിഭാഗവും തൻ്റെ ജനമെന്ന് പ്രഖ്യാപനവും കൂടിയാണിത്. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയൊരു പ്രകാശം കണ്ടു. പ്രവചനങ്ങളൊക്കെ അക്ഷരപ്രതി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു ജീവിതമായിരുന്നു അത്. കർത്താവിൻ്റെ ആത്മാവിൽ ജീവിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ്. പലതരം ബന്ധനത്തിൽ പെട്ടുഴലുന്ന അനേകം മനുഷ്യർ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. പാപത്തിൻ്റെ ദുശ്ശീലങ്ങളുടെ ദുഷ്കെട്ടുകളുടെയും അധികാര പ്രമേയങ്ങളുടെയും ഒക്കെ ബന്ധനത്തിൽ പെട്ടുഴലുന്നവർ. ഒരുപക്ഷേ നാം തന്നെ ഈ അടിമകൾക്ക് അടിമകളാകാം. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് നാമും. യേശുവിനെ പോലെ നാമും അധികാരമേൽപ്പിച്ചവരുടെ പ്രത്യാശയ്ക്കനുസരിച്ച് ഉയരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
യേശുവാണ് നമ്മുടെ മാതൃക. തന്നെ ഭരമേൽച്ച ദൗത്യത്തിനായി ജീവിതം ബലിയ കഴിച്ച യേശുവിനെ എന്നും ധ്യാനിച്ച് ആരംഭിക്കുന്ന ഒരാൾക്ക് ദൗത്യബോധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പിന്നീട് അവരുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിഫലമാകും. യഹൂദ പണ്ഡിതന്മാരെ പോലെ അത്ഭുതപ്പെട്ടതിൻ്റെ രഹസ്യം ദൈവവുമായുള്ള തൻ്റെ അഭേദ്യ ബന്ധമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ജീവിതങ്ങളെ ലോകം അംഗീകരിക്കണമെന്നില്ല. പ്രവാചകന്മാർ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെട്ടേക്കും എന്ന വചനം പല തലമുറകളിലും പ്രാവർത്തികമാണ്. ഏറെ അംഗീകാരവും അപ്രാപ്തിയും നമ്മെ തേടി വരുന്നുണ്ടെങ്കിലും ജാഗ്രത. ലോകത്തിനോട് അനുരൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് ഭയപ്പെടണം. ലോകമൈത്രി ദൈവിക മൈത്രിക്ക് വിപരീതമാണ്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴിയുടെ കടന്നു പോകുന്നതിനേക്കാൾ പ്രയാസമാണെന്നാണ് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വർഗത്തിൽ നിന്നും വന്നവൻ സ്വർഗം പ്രവേശനത്തിന് യോഗ്യരാകാൻ പറഞ്ഞുവച്ച പുതിയ നിയമത്തിലെ ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി യേശുവിനെ സാക്ഷികളാക്കാൻ നാം പരിശ്രമിക്കാം.